കേരളീയരുടെ ഭക്ഷണക്രമം കേരളീയർ തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതാര് വിചാരിച്ചാലും മാറ്റാനാകില്ലെന്നും മുഖ്യമന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. കേരളത്തിന്റെ ഭക്ഷണക്രമം എന്താകണമെന്ന് ഡൽഹിയിൽ നിന്നോ നാഗ്പൂരിൽ നിന്നോ മനസ്സിലാക്കേണ്ട ആവശ്യം കേരളീയർക്കില്ല. അതായത് ഇവിടെ തന്നെ പരമ്പരാഗതമായി സ്വീകരിച്ചു വന്ന ഭക്ഷണക്രമം, ആ ഭക്ഷണക്രമം ആരോഗ്യദായകമാണ്, വലിയ തോതിൽ പോഷക സമ്പൂർണമാണ്. ഇതിലൊന്നും ആർക്കും തർക്കിക്കാൻ കഴിയുന്നില്ല. കാരണം നേട്ടങ്ങൾ ഫലപ്രദമായി നമ്മൾ പ്രത്യക്ഷത്തിൽ കാണിച്ചിട്ടുള്ളവരാണ്. ഇന്ന് കേരളത്തിലെ ശരാശരി മനുഷ്യന്റെ ആയുസ് വർദ്ധിച്ചതൊക്കെ ഇതിന്റെ എല്ലാം ഫലമായിട്ട് കൂടിയാണ്. അപ്പൊ ആ കേരളത്തോട് നിങ്ങൾ ഭക്ഷണക്രമം മാറ്റണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. കന്നുകാലികളുടെ വിപണനവും കശാപ്പും നിരോധിച്ച വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ നിയമയുദ്ധത്തിനൊരുങ്ങി സംസ്ഥാനം. കേന്ദ്ര നിയമം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കും. നിയമനിർമ്മാണം വഴി പ്രതിസന്ധി മറികടക്കുന്ന കാര്യവും സംസ്ഥാനം ആലോചിക്കും. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം സർവകക്ഷി യോഗം വിളിക്കുന്ന കാര്യം തീരുമാനിക്കുമെന്ന് മന്ത്രി കെ രാജു പീപ്പിൾ ടിവിയോട് പറഞ്ഞു. വിശദാംശങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, കന്നുകാലികളുടെ വിപണനവും കശാപ്പും നിരോധിച്ച വിഷയത്തിലാണ് കേന്ദ്രത്തിനെതിരെ സംസ്ഥാനം നിയമയുദ്ധത്തിന് ഒരുങ്ങുന്നത്. കേന്ദ്ര നിയമം ചോദ്യം ചെയ്ത് സംസ്ഥാനം ഹൈക്കോടതിയെ സമീപിക്കും. ഇത് വിഷയത്തിൽ 3 രീതിയിലാണ് സംസ്ഥാനം ഇടപെടാൻ ഒരുങ്ങുന്നത്. 1, കേന്ദ്ര നിയമം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യം ആലോചിക്കുന്നു. 2, നിയമനിർമ്മാണം വഴി ഈ പ്രതിസന്ധി മറികടക്കുന്ന കാര്യമാണ് സംസ്ഥാനം മറ്റൊരു രീതിയിൽ ആലോചിക്കുന്നത്. 3ാമത്തത് ഇക്കാര്യത്തിലുള്ള രാഷ്ട്രീയമായ അഭിപ്രായ സമന്വയമാണ്. ഇക്കാര്യത്തിൽ നാളെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ രാജു മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണും. ഈ നാളത്തെ ചർച്ചയ്ക്ക് ശേഷം സർവകക്ഷി യോഗം വിളിച്ച് രാഷ്ട്രീയ അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയ ശേഷം പ്രധാനമന്ത്രിയെ കാണുകയും കേരളത്തിന്റെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കും കേരളം രാഷ്ട്രീയമായ രീതിയിലും കേരളം മുന്നോട്ട് പോകും. ഇക്കാര്യത്തിൽ കേന്ദ്ര നിയമം പിൻവലിക്കണം എന്ന കാര്യമാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെടാനിരിക്കുന്നത്. കന്നുകാലികളുടെ വിപണനവും കശാപ്പും നിരോധിച്ചത് ക്ഷീരമേഖലയിലും മൃഗസംരക്ഷണ മേഖലയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ലക്ഷക്കണക്കിന് ക്ഷീരകർഷകരുടെ അവർ കന്നുകാലികളെ വിൽക്കുന്നതും അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതും ആയ കാര്യങ്ങളിൽ കേന്ദ്രത്തിന്റെ ഈ നിയമം പ്രതിബന്ധം സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന്മേൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമം ഒരു കാരണവശാലും സംസ്ഥാനം അംഗീകരിക്കില്ല എന്നാണ് മന്ത്രി കെ രാജു പീപ്പിൾ ടിവിയോട് പറഞ്ഞത്. സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയമാണ് മൃഗസംരക്ഷണം. അക്കാര്യത്തിൽ അധികാരത്തിൽ കടന്നേറി നടത്തിയ നിയമനിർമ്മാണത്തിൽ പ്രധാനമന്ത്രിയെ പ്രതിഷേധം അറിയിക്കും. നിയമം പിൻവലിക്കണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്യും. കേന്ദ്രം നടത്തിയ നിയമനിർമ്മാണം നിലനിൽക്കുന്നതല്ല, തൊഴിലെടുക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള അവകാശത്തെ നിഷേധിക്കുന്നതാണ് കേന്ദ്ര നിയമം എന്നുമാണ് കേരളത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ നിയമത്തെ ചോദ്യം ചെയ്ത് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും. തുടർ നടപടികളിൽ തീരുമാനമെടുക്കാൻ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. സർവകക്ഷി യോഗം വിളിക്കുന്ന കാര്യത്തിലാണ് നാളെ ആലോചിച്ച് തീരുമാനമെടുക്കുക. ആവശ്യമെങ്കിൽ അഭിപ്രായ സമന്വയത്തിന് ശേഷം സംസ്ഥാനം പ്രത്യേകമായി നിയമനിർമ്മാണം നടത്തുന്നതും പരിഗണിക്കും. കേന്ദ്ര നിലപാടിനെതിരെ ജനകീയ പ്രതിഷേധം സംസ്ഥാനത്ത് ശക്തമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കെ രാജു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് പീപ്പിൾ ടിവിയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ധന്യ. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. ബീഫ് നിരോധനം ജനങ്ങളുടെ അവകാശത്തിന് നേരെയുള്ള വെല്ലുവിളിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. നിയമത്തെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത പരിശോധിക്കുമെന്നും കശാപ്പ് നിരോധിച്ചുള്ള ഉത്തരവ് കേന്ദ്രം പിൻവലിക്കണമെന്നും കോടിയേരി പറഞ്ഞു. RSS അജണ്ടയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും കോടിയേരി. സംസ്ഥാന ഗവൺമെൻറ്റുമായി ആലോചിച്ചുകൊണ്ടല്ല ഇങ്ങനൊരു തീരുമാനമെടുത്തത്. കേരളത്തെ ഇത് വളരെ പ്രതികൂലമായി ബാധിക്കും. അത് കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കാൻ നിയമപരമായി ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കും. ഈ നിയമത്തെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത പരിശോധിക്കുന്നതാണ്. ദേശീയ തലത്തിൽ തന്നെ പരിശോധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഇതിനെക്കുറിച്ച് പാർട്ടി കാണുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി KR അനൂപ് ചേരുന്നു. അനൂപ്, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കോടിയേരി പറഞ്ഞിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? തന്നെ 70% വരുന്ന ഇന്ത്യൻ ജനതയോടുള്ള ഒരു യുദ്ധ പ്രഖ്യാപനമാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം.
നിയമപരമായി ഇതിനെ എതിർക്കുവാനുള്ള ചോദ്യം ചെയ്യാനുള്ള കാര്യങ്ങളാണ് സർക്കാർ ആലോചിക്കുന്നത്, പാർട്ടി CPM ആലോചിക്കുന്നത്. ഇത് ഫെഡറൽ വ്യവസ്ഥയ്ക്കെതിരാണ് ഇത്തരമൊരു കേന്ദ്ര സർക്കാർ നീക്കം. സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടാതെ നീക്കം ഫെഡറൽ രാജ്യത്തിന്റെ ഫെഡറൽ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയാകും വിധത്തിലുള്ളതാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളുണ്ടാകും. RSS അജണ്ടയുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ബ്രാഹ്മണരുടെ ഭക്ഷണ രീതി അല്ലെങ്കിൽ ചാതുർവർണ്ണ വ്യവസ്ഥ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത്. BJPയുടെ ഭുവനേശ്വർ സമ്മേളന അജണ്ടയായ ഒരു രാഷ്ട്രം ഒരു സംസ്കാരം ഒരു പാർട്ടി എന്ന അജണ്ട നടപ്പാക്കാനാണ് ഇതിന്റെ എല്ലാം ഭാഗമായി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഒരു സംസ്കാരം അത്തരത്തിലുള്ള സംസ്കാരം രൂപപ്പെടുത്തുവാനുള്ള അല്ലെങ്കിൽ RSS അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് BJP സർക്കാർ നടത്തുന്നത്. ഇതിനുള്ള പ്രത്യേക ഒരു നിയമനിർമ്മാണം സംസ്ഥാനത്തിന് ആവശ്യമെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുമെന്നാണ് കോഴിക്കോട് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായി ഇടപെടാൻ സാധിക്കില്ല. കാരണം കോൺഗ്രസ് ആണ് ഗോവധ നിരോധനം മറ്റു സംസ്ഥാനങ്ങളിൽ ചിലയിടത്തെല്ലാം നടപ്പാക്കിയത്. അതിന്റെ തുടർച്ചയാണ് BJP സർക്കാർ നടത്തിയത്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഇവർ സാധിക്കില്ലെന്നും കോടിയേരി പറഞ്ഞു. AK ആന്റണി എല്ലാം ഇക്കാര്യത്തിലാണ് കൂടുതൽ വ്യക്തത നൽകേണ്ടത്. അതോടൊപ്പം തന്നെ കോടിയേരിയുടെ പട്ടാളത്തെ ആക്ഷേപിച്ചു എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപം പലയിടത്തുനിന്നും ഉണ്ടായി. ഇത് RSS ദുർവ്യാഖ്യാനം ചെയ്തതാണ്. പട്ടാള നിയമം നിലനിൽക്കുന്ന ചില സ്ഥലങ്ങളിൽ പട്ടാളവും ജനവും തമ്മിൽ പോരാടുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇക്കാര്യങ്ങളെ കുറിച്ചാണ് താൻ പരാമർശിച്ചത്. ഇത് ദുർവ്യാഖ്യാനം RSS ചെയ്തതാണ് എന്നാണ് ഇക്കാര്യത്തെ കുറിച്ച് കോടിയേരി പറഞ്ഞത്. കശാപ്പ് നിരോധനം ജനങ്ങളുടെ അവകാശത്തിന് നേരെയുള്ള വെല്ലുവിളിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. വിശദാംശങ്ങളാണ് അനൂപ് കെയർ നൽകിയത്. വാർത്തകളിലേക്ക്. മാട്ടിറച്ചി വിൽപ്പന പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതോടെ കോഴിയിറച്ചി കഴിഞ്ഞ 6 വർഷത്തെ ഉയർന്ന നിലയിൽ. കോഴിയിറച്ചി കിലോയ്ക്ക് 200 മുതൽ 230 രൂപ വരെയാണ് ഇന്നത്തെ വില. റംസാൻ കാലമായതോടെ കോഴിയിറച്ചിക്ക് ഡിമാൻഡ് കൂടിയിരുന്നു. ഇതിനിടെയാണ് അറവുശാലകളെ പ്രതിസന്ധിയിലാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവിറങ്ങിയത്. ഇതോടെ കോഴിവില കഴിഞ്ഞ 6 വർഷത്തെ ഉയർന്ന നിലയിലെത്തി. കോഴിയിറച്ചിക്ക് 200 മുതൽ 230 രൂപ വരെയും തൂവലോടുകൂടിയ കോഴിക്ക് 140 മുതൽ 150 രൂപ വരെയും വില ഉയർന്നിട്ടുണ്ട്. വില ഇനിയും ഉയർന്നേക്കുമെന്ന് കോഴിക്കച്ചവടക്കാർ പറയുന്നു. ബീഫിന്റെ ആശങ്ക തീർച്ചയായിട്ടും ബാധിക്കും, നല്ല എഫക്റ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാല് ബീഫ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കനും മട്ടനും മീനും എല്ലാ സാധനവും വില കൂടുകയും ചെയ്യും. പിന്നെ ബീഫിന് വില കൂടി ബീഫ് നിയോജിച്ച ബീഫ് കിട്ടേണ്ടവരാ, അപ്പോഴും കോഴിക്ക് വില കൂടും. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കോഴിവില 8 വർഷത്തെ കുറഞ്ഞ നിരക്കിലെത്തിയിരുന്നു. ജലക്ഷാമം രൂക്ഷമായതോടെ ഫാമുകൾ അടഞ്ഞതും വിലവർധനവിന് കാരണമായി. KT സാലിഹ്, മലപ്പുറം. സൈന്യത്തിനെതിരായി താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. താൻ പറഞ്ഞത് അസ്പക്കെതിരെയാണെന്നും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കോടിയേരി പറഞ്ഞു. പ്രസംഗത്തെ ദുർവ്യാഖ്യാനിക്കുന്നതാണ്. പട്ടാളത്തിനെതിരായിട്ടൊരു പ്രസ്താവനയും ഞാൻ നടത്തിയിട്ടില്ല, പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടില്ല. പട്ടാളം നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന ഒരു സേനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സേന. അത് നമുക്കെല്ലാം അഭിമാനമുള്ളൊരു കാര്യമാണ്. എന്നാൽ പട്ടാള നിയമം വിവിധ പ്രദേശത്ത് നടപ്പിലാക്കുകയും ആ നിയമം ദുരുപയോഗം ചെയ്യുന്നതിനെതിരായിട്ടാണ് ഞാൻ ശക്തമായിട്ട് പ്രതികരിച്ചത്. അബ്സബ നടപ്പാക്കിനെതിരായിട്ടാണ് ഞാൻ പ്രതികരണം നടത്തിയിട്ടുള്ളത്. പശുക്കളെ കടത്തിയെന്നാരോപിച്ച് ഭുവനേശ്വറിൽ കന്നുകാലി കച്ചവടക്കാർക്ക് ക്രൂരമർദ്ദനം. മതിയായ രേഖകൾ ഉണ്ടായിട്ടും പശുക്കളെ കടത്തിയെന്നാരോപിച്ചായിരുന്നു സംഘപരിവാറിന്റെ മർദ്ദനം. കൊച്ചുവേളി ഗുവാഹത്തി എക്സ്പ്രസ് ഭുവനേശ്വർ സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു ഒരു കൂട്ടം സംഘപരിവാർ പ്രവർത്തകർ ഗോ സംരക്ഷകർ എന്ന പേരിൽ ട്രെയിൻ തടഞ്ഞു നിർത്തി ഡയറി ഫാം ജീവനക്കാരെ ആക്രമിച്ചത്. കന്നുകാലി കടത്തൽ നടത്തുന്നുണ്ടെന്ന വിവരം കിട്ടിയാണ് തങ്ങൾ വന്നതെന്നായിരുന്നു ഇവരുടെ അവകാശവാദം. ട്രെയിനിലെ പാഴ്സൽ കമ്പാർട്ട്മെന്റിൽ നിന്നും 20 പശുക്കളെ ഇവർ കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ ഈ പശുക്കളെ അധികൃതരുടെ അനുമതിയോടെ നിയമപരമായി തന്നെ ഡയറി ഫാമിലേക്ക് കൊണ്ടുപോകുന്നതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട രേഖകളും പശുക്കളുമായി പോയവരുടെ കൈവശമുണ്ടായിരുന്നു. എന്നാൽ രേഖകൾ പരിശോധിക്കാൻ പ്രവർത്തകർ തയ്യാറായിരുന്നില്ല. തമിഴ്നാട്ടിലെ സേലത്തുള്ള ഫാമിൽ നിന്നും മേഘാലയയിലെ ഡയറി ഫാമിലേക്ക് കൊണ്ടുപോകുന്ന കറവ പശുക്കളായിരുന്നു ഇവ. എന്നാൽ ഈ വിശദീകരണങ്ങളൊന്നും കേൾക്കാതെ പശുക്കളുമായി പോയ ഡയറി ഫാമിലെ 2 ജീവനക്കാരെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയരാക്കുകയായിരുന്നു. കൂടാതെ 2 റെയിൽവേ ഉദ്യോഗസ്ഥർക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. വരൾച്ചയെ അതിജീവിച്ച് സംസ്ഥാനത്തെ ഹൈടെക് പച്ചക്കറി ഗ്രാമമായ പാലക്കാട് എലവഞ്ചേരിയിലെ കർഷകർ
മർച്ചിംഗ് ഷീറ്റ് വിരിച്ചും ഡ്രിപ്പ് ഇറിഗേഷൻ വഴി നടത്തിയ പരീക്ഷണമാണ് വിജയം കണ്ടത്. കുഴൽക്കിണറുകൾ വരെ വറ്റിയതോടെ വാഹനങ്ങളിൽ പണം കൊടുത്ത് വെള്ളമെത്തിച്ച് നടത്തിയ കൃഷി നഷ്ടമാകില്ല എന്ന പ്രതീക്ഷയിലാണിവർ. 2 മാസം മുമ്പ് കേരളത്തിലെ ഹൈടെക് പച്ചക്കറി ഗ്രാമമായ പാലക്കാട് എലവഞ്ചേരിയിലെ കാഴ്ച ഇതായിരുന്നു. കടുത്ത വരൾച്ചയിൽ 115 ഏക്കർ സ്ഥലത്തെ പച്ചക്കറി കൃഷിയാണ് ഇവിടെ കരിഞ്ഞുണങ്ങി നശിച്ചത്. കൃഷി ജീവിതചര്യയാക്കിയ കർഷകർ പകച്ചു നിൽക്കുന്നതിനു പകരം പരീക്ഷണവും കഠിനാധ്വാനവും പുറത്തെടുത്തു. അതിന്റെ ഫലമാണ് പച്ച പുതച്ച ഈ തോട്ടങ്ങൾ. കുഴൽക്കിണറുകൾ വരെ വറ്റിവരണ്ടതോടെ വെള്ളം പണം കൊടുത്ത് വാങ്ങേണ്ടി വന്നെന്ന് കർഷകനായ പരമേശ്വരൻ പറഞ്ഞു. ബോർവെല്ലിൽ വെള്ളം നമുക്ക് കുറച്ച് കിട്ടും പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അരമണിക്കൂർ കിട്ടും പറയണത് ബോർവെല്ലിൽ ഒന്നും ഇല്ലാതായി. മഴ പെയ്യാത്ത കാരണം നമ്മൾ വെള്ളം വേറെ ആരിൻ്റെ അടുത്താണ് ഉള്ളത് പറഞ്ഞാൽ ബോറിൽ നിന്ന് കാശ് കൊടുത്ത് ബേറലിന് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കണ്ടീഷനിലാക്കിയിരിക്കുന്നത്. കിട്ടിയ വെള്ളം സംരക്ഷിക്കാനും കള ഒഴിവാക്കാനും മൾച്ചിംഗ് ഷീറ്റ് വിരിച്ചും ഡ്രിപ്പ് ഇറിഗേഷൻ നടപ്പാക്കിയും നടത്തിയ പരീക്ഷണവും വിജയം കണ്ടു. ചെലവേറിയ ഇത്തരം പരീക്ഷണങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ജലസേചന പദ്ധതി നടപ്പാക്കേണ്ടതുണ്ടെന്ന് കർഷകനായ പ്രസാദ് പറഞ്ഞു. ബോർവെല്ല് അടിച്ചാൽ തന്നെ വെള്ളം കിട്ടാത്തൊരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുക. കുരിയാർ കുറ്റി കാരപ്പാറ അങ്ങനെയുള്ള ചെറിയ ജലസേചന മാർഗങ്ങൾ ഇങ്ങനെ എത്തിച്ചാൽ വരും വർഷങ്ങളിലെങ്കിലും ഈ ഹൈടെക് ഗ്രാമം ഉണങ്ങാതെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. ആവശ്യത്തിന് പോലും വേനൽ മഴയെത്താത്തത് വിളവെടുപ്പ് വൈകിക്കുന്നുണ്ട്. എങ്കിലും ജൂൺ ആദ്യവാരത്തോടെ വിളവെടുപ്പ് ആരംഭിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് കർഷകർ. ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം AK ലതീഷ്, പാലക്കാട്.